ഇത് സോപ്പല്ലേ ബിന്ദു? ആ സോപ്പാ. അല്ല, ഞാൻ ചോദിച്ചത് എന്നാന്നറിയോ, ഈ വീട്ടിൽ ഇല്ലാത്ത സോപ്പാണോ ഇത്? ഈ വീട്ടിൽ സോപ്പില്ലാഞ്ഞിട്ടാണ് ഇപ്പൊ ഒരു ഓൺലൈൻകാരൻ കൊണ്ട് തന്നേച്ച് പോയതാ. ഇതിന്റെ പേരെന്നാ? ഇനി എനിക്കിത് കാണണ്ടേ എന്നാണെന്നുള്ളത്? എനിക്ക് വന്ന എന്നാന്ന് ഞാനൊന്ന് അറിയണ്ടേ? ഇത് അവര് നമ്മൾ ഉദ്ദേശിച്ച സാധനം കൊണ്ട് തരത്തില്ല. അപ്പൊ ശകലം പൊട്ടിച്ച് നോക്കി നമുക്ക് റിട്ടേൺ വിടാനായിട്ടായിരുന്നു എനിക്കിത്. അതാണ് നിന്റെ പരിപാടി? റിട്ടേൺ വിടാൻ പോവല്ലേ? നല്ല കാര്യമാണ് കേട്ടോ. ഇതിപ്പം ഇതെന്തിനാ ഇത് പൊട്ടിച്ചത്? ഇത് എനിക്കിതൊന്നും അറിയാൻ വേണ്ടിയാന്ന്. നിന്റെ ഈ സോപ്പ് നമുക്ക് ചിലപ്പോ ഇതിന് മണമൊന്നും പിടിച്ച് മണത്ത് നോക്കി വല്ല മണമുണ്ട്. നല്ല മണമോ? ആണോ? എന്നാ ഇതെടുക്ക്. ഇതിന് എത്ര രൂപയാ? ഇതിന് 10-80 രൂപയോ? നിനക്ക് ഇത് എങ്ങനെയാണ് ഇത്ര ഈ കുഞ്ഞൊരു സോപ്പിനൊക്കെ ഇത്ര ഇത്? ഞാൻ അമ്മയുടെ പൈസ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. ഹലോ ഹലോ. വരുന്നുണ്ട് അടുത്ത ഓൺലൈൻകാരൻ വരുന്നുണ്ട്. അതെ ഇത് ഈ വീടാണേ. പിന്നെ SNDBയുടെ അടുത്തുള്ള വീടാണ് കേട്ടോ. ഒരു മഞ്ഞപ്പൂവൊക്കെ ഉണ്ട്. അതെ സ്ഥിരം വരുന്ന വീടാ. ഓക്കെ, ഞാൻ ശരി പോരെ. ചേച്ചി വരെ ഓർഡർ ചെയ്തോ? ഞാൻ ഏതാണ്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇടുന്ന പൈസ ഞാൻ നമ്മുടെ അമ്മയുടെ അടിച്ചു മാറ്റി. അപ്പൊ ഞാൻ അടിച്ചു മാറ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്നാ ചെയ്യുന്നേ? അപ്പൊ ഞാനും അടിച്ചു മാറ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മള് ബൈ ബൈ ആണ് പറയണ്ട. സോപ്പ് മാറ്റിക്കോ. എന്നാ ഇത് പിടിക്കോ, മാറ്റി പാത്ത് വെച്ചു. അയ്യോ താണ്ട് ചേച്ചി അമ്മ നോക്കുന്ന അവിടെ നിന്ന്. അമ്മ എവിടെ? അമ്മ എവിടെ? നിന്റെ രണ്ടിന്റെയും പണിയല്ലേ? നീ രണ്ടും കൂടി ഇങ്ങനെ ഇതെല്ലാം ഓർഡർ ചെയ്ത് മേടിക്കുക. എന്റെ അക്കൗണ്ടിലെ പൈസ എല്ലാം തീരുന്നു. അമ്മ ഭിത്തിയെ ഞങ്ങൾ അറിഞ്ഞോ? എവിടെയെങ്കിലും പോയി കിടക്കുകയോ ചെയ്തില്ലായിരുന്നു? ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഊണും കഴിഞ്ഞിട്ട് പൈസ തീരുമ്പോ അല്ലേ അറിയുന്നു. സാരമില്ല അമ്മ, ഇത് നമ്മളെല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാ അമ്മേ, കേട്ടോ. എല്ലാവർക്കും വേണ്ടതാ. ഇതൊക്കെയല്ലേ ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കുന്നത്. ഇല്ലാഞ്ഞിട്ടല്ല അമ്മ, ഇതൊക്കെ ഒരു ക്രൈസാ. ഓർഡർ ചെയ്ത് ഇതൊരു ന്യൂ ജനറേഷൻ ട്രെൻഡാ അമ്മേ. മറ്റേ സോപ്പ് പൊടി അലമാരിക്കകത്ത് പാത്ത് വെച്ചേക്കുവാ. അമ്മയ്ക്ക് വേണ്ടത് ഞങ്ങൾ എടുത്തു തരാം കേട്ടോ. അമ്മയ്ക്ക് എന്നാ വേണ്ടേ? ചോക്ലേറ്റ്? നമുക്കൊരു ഐസ്ക്രീം ഓർഡർ ചെയ്യാം. നമുക്കൊരു ഫലൂടെ ഓർഡർ ചെയ്യാം. അപ്പൊ അമ്മയ്ക്ക് ആകുമ്പോഴേ പല്ലിനും പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു വലിപ്പിന് അങ്ങ് പൊക്കോളൂ. അങ്ങനെ ചെയ്യാം കേട്ടോ. അമ്മ ഹാപ്പി അല്ലേ? രണ്ടുപേരുടെയും കാര്യവും ശരിയായി. പിണക്കില്ലല്ലോ. എല്ലാം കഴിഞ്ഞ് ചുമ്മാ ഇരിക്കണമേ. ചുമ്മാ ഇരിക്കണം. കൈ കാണിക്കാം നമുക്ക്. കേട്ടെ, പണിയൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പം കൊണ്ട കഴുകി കളയരുത് കേട്ടോ. നല്ല വില കൂടി കേട്ടെ. വേറെ പാത്രം കഴുകാനൊന്നും പോകല്ലോ കേട്ടോ. പാത്രം കഴുകാനൊക്കെ പോയതൊക്കെ അങ്ങ് പോവേ. വില കൂടിയ കൂട്ടക്സ കേട്ടോ. കളയല്ലേ? ഇല്ല കേട്ടോ. ഇത് തൈ വന്ന് കാണിക്കാം. അതന്നെ ഇത് കാണിക്കേ. മൈലാഞ്ചി ഇച്ചിരി മൈലാഞ്ചി അരച്ചിട്ട് തരട്ടെ. അപ്പൊ ഇതങ്ങ് മാറിക്കോളൂല്ലോ. പിന്നെ ഇച്ചിരി മൈലാഞ്ചി ഇട്ടാ മതിയെ. എന്നാ ഈ വെള്ളം ഇടണ്ട, ഇതാ ഇട്ട് തരാം കേട്ടോ. വെള്ളം കളയണ്ടേ. പിന്നെ അപ്പത്തെ വീട്ടിലെ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നോ? അപ്പത്തെ വീട്ടിലെ കാര്യമൊക്കെ അറിഞ്ഞില്ലേ? ഇല്ല. ദൈവമേ, ആ തള്ളയും മോളും കൂടെ അവിടെ ഭയങ്കര വഴക്കാണ്. ആ പെണ്ണാ വീട്ടിലെ ഒരു പണിയും ചെയ്യത്തില്ല കേട്ടോ. ആ തള്ളയെ കൊണ്ട് പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് എപ്പോഴും ഭയങ്കര വഴക്കാണ്. ഇതൊന്നും അറിഞ്ഞില്ലേ? എന്റെ ഈ കസര തന്നെയല്ലേ എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം. അവര് നമ്മളെ കണ്ടു പഠിക്കട്ടെ. അതെ, പിന്നെ എന്നാ ഉണ്ട്? ആയിരിക്കത്തില്ല എല്ലാവരും അല്ലേ? നമ്മളാണ് എന്ത് സ്നേഹത്തോടെ അല്ലേ ഞാൻ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി പോരായ്മയുള്ളതൊക്കെ അമ്മേൻ്റെ കൂടെ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വഴക്കില്ലാതെ പോകുന്നുണ്ടല്ലേ? നമ്മളെ പോലാണ് ഇപ്പം എല്ലാവരും അല്ലേ? വീടുകളായ ഒത്തിരി വഴക്കും പ്രശ്നമൊക്കെയാണ് അല്ലേ? അത് ഒത്തിരിമേടെ പോവുകയാണെങ്കിൽ വഴക്കുണ്ടാക്കാതിരിക്കും അല്ലേ? നീയോ നിൻ്റെ കെട്ടിയവനോ എൻ്റെ മൂത്ത മകനും ഭാര്യയോ ഒന്നും ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. കാരണം എല്ലാവരും എൻ്റെ ചിലവിലല്ലേ കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ വഴക്കില്ലാതെ പോകുന്നത്. അത് ശരി. ഇപ്പം ഇത്രയൊക്കെ ചെയ്ത് തന്നിട്ട് തന്നെയാണോ കുറ്റം പറയുന്നത്? എന്നെ എൻ്റെ കെട്ടിയവനെയും കൂടെ ഇതേ കിടക്കുന്ന കൂട്ടക്സ് തന്നെ അങ്ങോട്ട് ഇട്ടാൽ മതി. എന്നാ ഇട്ട് തന്നതും പോലെ എന്നിട്ട് ഒരുമാതിരി കുറ്റം പറച്ചിനും കൂടെ എന്നാ പിടിച്ചോ. നിങ്ങളുടെ വേലക്കാരി ഒന്നും കൂട്ടക്സ് തരാം. എന്നാ തന്നെ അങ്ങോട്ട് ഇരുന്ന് കേട്ടോ. കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഈ കൂട്ടക്സ് തരാൻ പോകും. നീ നിൻ്റെ പോക്കിന് പൊടി എനിക്കറിയാം തന്നെ ഇടാനായിട്ട്. റേഷൻ കടയിൽ പോയിട്ട് ഇത്ര നേരം എന്നെ എടുക്കുമായിരുന്നു. എൻ്റെ മോളെ ആ കൈ വെക്കുന്ന നിശയെ
ഈ പോസ്റ്റ് മെഷീൻ ഇല്ലേ, അത് കൈ വെച്ചിട്ട് അത് എടുക്കാൻ വലിയ താമസമാണ് ഓരോരുത്തർ. അതുകൊണ്ടാണ് ഇത്രയും താമസം. അതാ താമസിച്ചത്. ഞാൻ ഓർത്തിന് ഈ വഴി കണ്ടവരോടൊക്കെ വർത്താനം പറഞ്ഞ് അവിടെ നിൽക്കുവാണോ. നമ്മളെ അവിടെ പോയി വെയിലത്ത് നിന്നിട്ട് എല്ലാവരും ആൾക്കാരെ തിരക്ക് കാരണം ഭയങ്കര തലവേദനയാണ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാവേ, നമുക്ക് നാളെ ആശുപത്രിയിൽ പോയിട്ടേ തലയൊന്ന് സ്കാൻ ചെയ്യാം. അപ്പം തലവേദന എന്നാന്ന് അറിയാമല്ലോ. എൻ്റെ മോളെ ആ മെഷീൻ അത് തല കയറ്റുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാണ്.